ലിജോ വർഗീസ് ആണ് ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ നമുക്കൊപ്പം ഉള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നേരത്തെ സേതു കുറേ അല്പം മുൻപ് സംസാരിച്ചതുപോലെ ഇന്ന് ഏറെ ചർച്ച ചെയ്ത വിഷയങ്ങളായ അർജുൻ അയങ്കിയുടെ അറസ്റ്റും അതോടൊപ്പം തന്നെ TG മോഹൻദാസിൻ്റെ അറസ്റ്റും തന്നെയാണ് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി വന്നിരിക്കുന്നത്. മാതൃഭൂമി പറയുന്നത് ഭീഷണിക്ക് വിലങ്ങ് എന്നാണ്. ആയങ്കിയെ പൊക്കി TGയെ തൂക്കി എന്നാണ് ഇന്ന് മാതൃഭൂമി ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അർജുൻ അയങ്കിയെ അറസ്റ്റ് ചെയ്ത വാർത്തയും അതോടൊപ്പം തന്നെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത വാർത്തയും ഇന്ന് വളരെ പ്രാധാന്യത്തോടു മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും ആ തരത്തിൽ അതിന് വലിയ ഹെഡിങ്ങും എല്ലാം നൽകിക്കൊണ്ട് ആണ് ഇന്ന് മാതൃഭൂമി അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേരള കൗമുദി പക്ഷേ അതിൽ TG മോഹൻദാസിന് പകരം അർജുൻ അയങ്കി മാത്രം എന്ന നിലയിലാണ് ആ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിളയാട്ടത്തിന് വിലങ്ങ് എന്നാണ് കേരള കൗമുദി അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയെ വരെ വെല്ലുവിളിച്ച് അർജുൻ അയങ്കി തുറങ്കിൽ വീട് വളഞ്ഞു പിടിച്ചു. തല ഉയർത്തി ചെന്നിത്തലയും പോലീസും എന്ന ആഭ്യന്തര മന്ത്രാലയത്തിന് കൂടി പ്രശംസ നൽകിക്കൊണ്ടാണ് കേരള കൗമുദി അവർ ആ വാർത്ത നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് പിടിച്ചതെന്ന് സംബന്ധിച്ച് ഓട്ടോ റിക്ഷ ഡ്രൈവർ വരുന്നതും പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹത്തിന് സംശയം തോന്നിയ കാര്യങ്ങളടക്കം ചേർത്ത് വെച്ചുകൊണ്ടാണ് കേരള കൗമുദി അവരുടെ വാർത്ത ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ദീപിക പറയുന്നത് വെല്ലുവിളിക്കും വിലങ്ങ് വിദ്വേഷത്തിനും എന്നാണ്. അത് അർജുൻ അയങ്കിയുടെ കാര്യവും അതോടൊപ്പം തന്നെ TG മോഹൻദാസ് കസ്റ്റഡിയിൽ എന്നുള്ള വാർത്തയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ദീപിക അവരുടെ ഇന്നത്തെ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. മറ്റു പത്രങ്ങളിലും ഈ വാർത്തയുണ്ട്. നമ്മൾ ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വന്ദേ മാതരം വിവാദം ആണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. മംഗളം പത്രം പറയുന്നത് പാട്ടിന് വിട്ട് ഗവർണർ എന്നാണ്. പൂർണ്ണമായി ആലപിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ലോക് ഭവൻ. മന്ത്രി ഷംസുദ്ദീൻ്റെ വിശദീകരണം തള്ളി സർക്കാർ വെട്ടിൽ എന്നുള്ള കാര്യമാണ് മംഗളം അവരുടെ ഒന്നാമത്തെ പേജിൽ ഈ വാർത്ത നൽകുന്നത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ സംബന്ധിച്ച വിവാദത്തിൽ വ്യക്തത വരുത്തി ലോക് ഭവൻ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ലോക് ഭവൻ അറിയിച്ചു എന്നുള്ള കാര്യമാണ് മംഗളം അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമം പറയുന്നത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ജനഗണമന മതി എന്ന ഹെഡ്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ദേശീയഗാനം മാത്രമേ ആലപിക്കൂ, വന്ദേമാതരം പാടേണ്ട ഘട്ടങ്ങളിൽ 2 ഖണ്ഡിക എന്ന കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത അവരുടെ ഒന്നാമത്തെ പേജിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനി അതിനെ പൊളിറ്റിക്കലി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ദേശാഭിമാനി പറയുന്നത് തീരുമാനം സതീശൻ്റേത് എന്നാണ്. ഈ തീരുമാനം എടുത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കൽ തീരുമാനം സതീശൻ്റേത്. ലോക് ഭവൻ നിർദ്ദേശിച്ചാലും മുഖ്യമന്ത്രി അറിയാതെ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കില്ല എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ല, അതിൽ കുറെ കൂടി രാഷ്ട്രീയ തീരുമാനമുണ്ട്, അത് മുഖ്യമന്ത്രിയുടേതാണ് എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം മൂടി അണിഞ്ഞ നിൽക്കുന്ന VD സതീശൻ്റെ ഒരു കാർട്ടൂൺ കൂടി വരച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഈ വാർത്ത ഇന്ന് അവർ പ്ലേസ് ചെയ്യുന്നതും ശ്രദ്ധേയമാണ്. അത് ആ തരത്തിൽ പൊളിറ്റിക്കലിയാണ് ദേശാഭിമാനി അത് ഉയർത്തുന്നത്. ജനയുഗം മറ്റൊരു വാർത്തയിലാണ് ഇന്ന് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 11 ദിവസം മുഖ്യമന്ത്രിയുടെ അവഹേളനം എന്നാണ് അവർ എൻ്റെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ആദ്യമായല്ല കടലിൽ കാണാതാവുന്നതെന്ന ന്യായീകരണം, ചോദ്യങ്ങളോട് മുഖം തിരിച്ചു, ഫിഷറീസ് മന്ത്രി സന്ദർശിക്കാത്തതിലും മൗനം എന്ന കാര്യം ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനയുഗം അവരുടെ ഒന്നാമത്തെ പേജിൽ ഇന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായതുമായി ബന്ധപ്പെട്ട വാർത്ത. അത് തിരുവനന്തപുരത്തും കൊല്ലത്തുമായി 3 പേരെ കാണാതായതുമായി ബന്ധപ്പെട്ട വാർത്ത ജനയുഗം ഇന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റുന്നത്. ഇപ്പോൾ കേരളത്തിലാകെ മഴ കുറേയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് മെട്രോ വാർത്ത അവരുടെ ഒരു ഹെഡ്ലൈൻ ഇന്ന് മാനം തെളിഞ്ഞു മനം തെളിയാതെ എന്നാണ് ആ വാർത്ത. അതായത് വലിയ തോതിലുള്ള മഴയുണ്ടാവുന്നു, ആ മഴയിൽ വലിയ കേരളത്തിലുണ്ടായി എന്നാണ് മെട്രോ വാർത്ത പറയുന്നത്. 127.61 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി. കേന്ദ്രത്തിൻ്റെ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് കേരളം എന്നാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി പലതരത്തിലുള്ള കൃഷി, പ്രത്യേകിച്ച് ഓണം ലക്ഷ്യം വെച്ചുള്ള നിരവധി
നിരവധി കൃഷികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വാഴ അടക്കമുള്ള അത്തരത്തിലുള്ള കൃഷികളൊക്കെ പൂർണ്ണമായും നശിച്ച നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് മെട്രോ വാർത്ത അവരുടെ ഒന്നാമത്തെ പേജിൽ ഇന്ന് ഒരു രണ്ടാമത്തെ ഹെഡ്ലൈനായി അവരത് നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വീക്ഷണം മറ്റൊരു വാർത്ത നൽകുന്നുണ്ട്. അത് അഴിമതി അഭിഷേകം എന്നാണ്. ശബരിമലയിലെ നെയ് ക്രമക്കേട് PS പ്രശാന്തിനെതിരെ നിർണായക തെളിവുകൾ എന്നൊരു വാർത്ത വീക്ഷണം ഇന്ന് കൊടുക്കുന്നുണ്ട്. ശബരിമലയിലെ നെയ് വിതരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്കെതിരെ വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് വീക്ഷണം അവരുടെ ഒന്നാമത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നതും നമുക്ക് കാണാൻ കഴിയും. മലയാള മനോരമ ഇന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത പണം നൽകിയാൽ PhD റെഡി എന്നുള്ള വാർത്തയാണ്. പിന്നിൽ ഉത്തരേന്ത്യൻ സംഘം. PhD സ്വകാര്യ ഡീംഡ് സർവകലാശാലകളിൽ നിന്ന് ആവശ്യക്കാരെ കണ്ടെത്തുന്നത് വെബ്സൈറ്റുകളിൽ നിന്നും സമൂഹ മാധ്യമം വഴിയും എന്നാണ്. 4 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ നൽകാനുണ്ടോ? എല്ലാ നടപടികളും പൂർത്തിയാക്കി PhD കയ്യിൽ തരും. വൻതുക ഈടാക്കി ആവശ്യക്കാർക്ക് PhD തരപ്പെടുത്തി നൽകുന്ന സംഘം സംസ്ഥാനത്ത് സജീവമെന്ന് സൂചന എന്നാണ്. കോളേജ് അധ്യാപകർ, ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർ തുടങ്ങിയവരെ ലക്ഷ്യമിട്ടാണ് സംഘം പ്രവർത്തിക്കുന്നതെന്ന് കൂടി പറയുന്നൊരു വാർത്തയാണ് മനോരമ ഇന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് കഴിഞ്ഞ് 2 ഒന്നാം പേജാണ് മനോരമയ്ക്കുള്ളത്. അതിൽ അടുത്ത പേജിലാണ് അർജുനായെങ്കിൽ അറസ്റ്റിലായത് അടക്കമുള്ള വാർത്തകൾ ഇന്ന് മനോരമ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉൾപേജിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ജാർഖണ്ഡ് വിദ്യാർത്ഥി സമരം വിജയത്തിലേക്ക് PSC അംഗങ്ങൾ പുറത്ത് എന്നുള്ള വാർത്ത കൂടിയുണ്ട്. പരീക്ഷാ ക്രമക്കേട് നടന്ന ജാർഖണ്ഡിൽ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ആകെയുള്ള 3 PSC അംഗങ്ങളും രാജിവെച്ചു. 16 ദിവസമായി നടന്നുവന്ന പാറ്റ മോഡൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ വിജയമാണിത് എന്നുള്ള കാര്യമാണ് മനോരമ അവരുടെ ഉൾപേജിൽ രണ്ടാമത്തെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്നുകൂടി പറയാം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ തൊട്ടടുത്ത് പെയ്യുന്ന മഴയ്ക്ക് മുൻപായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയം പവർ കട്ടുമായി ബന്ധപ്പെട്ടാണ്. വൈദ്യുതിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടാവുന്നു എന്ന് പറയുന്നു. അതിനിടയിൽ ഒരു കൗമുദി സ്പെഷ്യലായി ഇന്ന് നൽകിയിരിക്കുന്ന ഒരു വാർത്ത B സതീഷിൻ്റെ ബൈലൈനോടുകൂടിയുള്ള വാർത്തയാണ്. പെരിഞ്ഞനത്തിന് എന്ത് പവർ കട്ട് എന്നാണ് ഹെഡ്ലൈൻ. 1000 വീടുകളിൽ സോളാർ വൈദ്യുതി എന്നാണ്. ഉൽപ്പാദനം 3.15 മെഗാവാട്ട് എന്നാണ്. പവർ കട്ട് വന്നാൽ കൂസാത്ത ഒരു ഗ്രാമമുണ്ട് കേരളത്തിൽ, തൃശ്ശൂരിലെ പെരിഞ്ഞനം. ഇവിടെ 1000 വീടുകളിലാണ് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 4000 വീടുകളാണ് പഞ്ചായത്തിലുള്ളത്. 2016-18 പഞ്ചായത്തിൻ്റെ സഹായത്തോടെ 500 കിലോവാട്ട് ശേഷിയിലാണ് പെരിഞ്ഞനോർജം പദ്ധതിക്ക് തുടക്കമിട്ടത്. അങ്ങനെ സോളാർ ഉള്ളതുകൊണ്ട് തന്നെ പവർ കട്ടിനെ പേടിക്കാതെ ജീവിക്കുന്ന ഒരു ഗ്രാമം കേരളത്തിലുണ്ട് എന്ന് കേരള കൗമുദി സ്പെഷ്യലായി ഇന്ന് പറയുന്നു. സ്പോർട്സ് പേജിൽ ഇന്നൊരു വാർത്തയുള്ളത് അംബോ അഷ്മിത എന്നൊരു വാർത്തയുണ്ട്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക് കിരീടം എന്നാണ്. 2 വർഷം മുൻപ് കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിൻ്റൺ വേദിയിൽ നിന്ന് ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ കണ്ണീരോടെയാണ് മടങ്ങിയത്. വലത് കാൽമുട്ടിനേറ്റ ഗുരുതര പരിക്ക് അഷ്മിതയുടെ കരിയറിൽ വെല്ലുവിളിയുടെ സ്മാഷ് പായിച്ചു. എന്നാൽ വെല്ലുവിളികളെ കരുത്തോടെ നേരിട്ട 26-കാരി ഇന്നലെ കൊറിയ മാസ്റ്റേഴ്സ് വേദിയിൽ നിന്ന് മടങ്ങിയത് സ്വർണ്ണ തിളക്കമുള്ള പുഞ്ചിരിയോടെയാണ് എന്നുള്ള വാർത്ത ഇന്ന് സ്പോർട്സ് പേജിൽ മനോരമ നൽകിയിട്ടുണ്ട്. 1-2 എഡിറ്റോറിയൽ കൂടി വായിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിലൊന്ന് ദീപികയുടെ എഡിറ്റോറിയലാണ്. ഉത്തരം കിട്ടാത്ത ഉത്കണ്ഠ എന്നാണ് അവരുടെ ഹെഡ്ലൈൻ. ഒരു ചുഴലിക്കാറ്റോ ന്യൂനമർദ്ദമോ ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാകരുത് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ. അതുപോലെ മീൻ പിടിക്കാൻ കഴിയാത്ത കാലത്ത് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും വിശന്നിരിക്കുകയല്ലെന്ന് സർക്കാർ ഉറപ്പാക്കണം. അവരുടെ കുട്ടികൾ സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് ദീപിക പറയുന്നത്. ഈ കാര്യത്തിൽ പറയുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഓരോ സമയത്തും ഉണ്ടാകുന്നു. അതിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇതിൽ തന്നെ പറയുന്നത് ഇപ്പോൾ പലയിടത്തും ഇത്രയും വളരെ ശക്തമായ കടൽക്ഷോഭം ഉള്ള സമയത്തും എന്തുകൊണ്ടാണ് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ട് പോലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങുന്നതെന്ന് സർക്കാർ പരിശോധിക്കണം. അത് അവരുടെ വീടുകളിലെ പട്ടിണിയാണ് എന്നുകൂടി ദീപിക പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആ വാർത്ത. അതിൽ തന്നെ സർക്കാരിനുള്ള വിമർശനം ഇപ്പോൾ കടലിൽ കാണാതായ 3 പേരെ കണ്ടെത്താത്തത് അടക്കമുള്ള ഉത്കണ്ഠ ഉന്നയിച്ചുകൊണ്ടാണ് ദീപിക ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത് ജനാധിപത്യമോ അതോ ഇൻസ്റ്റാ രാജോ എന്നാണ്. പാർലമെന്റിന്റെ സ്ഥാനം ഇൻസ്റ്റാഗ്രാമിനും ഭരണനിർവഹണത്തിന്റെ സ്ഥാനം അൽഗോരിതത്തിനും വാർത്താ സമ്മേളനങ്ങളുടെ സ്ഥാനം മൻ കി ബാത്തിനും നൽകി ജനങ്ങളിൽ നിന്ന് ഒളിച്ചു കളിക്കുകയാണ് സർക്കാർ എന്നാണ് ഇന്ന് മാധ്യമം പറയുന്നത്. പാർലമെന്റിന്റെ സ്ഥാനം സമൂഹ മാധ്യമങ്ങൾക്ക് നൽകുകയാണ് ഇവിടെ. വിദ്യാർത്ഥി സമൂഹം അതൃപ്തിയും രോഷവും പ്രകടിപ്പിക്കുന്ന ഘട്ടം വരെയും
ഭരണകൂടം കണ്ണും കാതും അടച്ചിരുന്നു. അവർ പ്രതിഷേധിച്ചപ്പോഴും ഒന്നും ചെയ്തില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ പാർലമെന്റിലേക്ക് അവർ മാർച്ച് ചെയ്തപ്പോൾ അവർക്കെതിരെ അമിതാധികാരം പ്രയോഗിച്ചു. അപ്പോഴും പാർലമെന്റിൽ ചർച്ച ചെയ്യുകയല്ല പ്രധാനമന്ത്രി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സത്വര ശ്രദ്ധ പതിഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴി 10 കോടി ഫോളോവേഴ്സിനെ സമ്പാദിക്കുന്നതിലായിരുന്നു എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതായത് പാർലമെന്റിൽ വരാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിമർശിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് മാധ്യമം ഇന്ന് എഴുതിയിരിക്കുന്നത്. സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ പറയുന്നത് UPI കൊള്ളയടിക്കുന്നത് സാധാരണക്കാരെ എന്നാണ്. UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ അനുവദിക്കുന്ന ടാക്സേഷൻ ആൻഡ് അതർ ലോ ബിൽ ചർച്ച പോലുമില്ലാതെ പാസ്സാക്കിയിരിക്കുകയാണ് ലോക്സഭ. രാജ്യസഭയിലും വരും ദിവസങ്ങളിൽ ഈ ബില്ല് പാസ്സാക്കും എന്ന് പറയുന്നു. അതിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ആകാൻ പോകുന്നത് സാധാരണക്കാരാണ് എന്നാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. വ്യാപാരികൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ സേവനദാതാവിന് നൽകേണ്ട MDR വ്യാപാരികളിൽ നിന്ന് ഈടാക്കുന്ന സംവിധാനമാണെന്നാണ് വിശദീകരണം. അതായത് വ്യാപാരികളിൽ നിന്നാണ് ഈ പണം ഈടാക്കുന്നതെന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും വ്യാപാരികൾ അത് സാധാരണക്കാരായ ഈ സാധനം വാങ്ങുന്ന ആളുകളിൽ നിന്ന് അത് ഈടാക്കാനാണ് സാധ്യത. അത് സ്വാഭാവികമായും ഈ ബില്ല് അല്ലെങ്കിൽ ഇത് നിയമമായാൽ അത് സാധാരണക്കാരന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ എഡിറ്റോറിയലിൽ ഇന്ന് നമുക്ക് പത്രങ്ങളിൽ കാണാം. അതുപോലെ തന്നെ വ്യത്യസ്തമായ വാർത്തകൾ നിരവധിയായി ഇന്ന് പല പത്രങ്ങളിലുമുണ്ട്. തിരിച്ച് സേതുലക്ഷ്മിയിലേക്ക്.